ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് 1934-ൽ എം.എൻ. റോയ് ആയിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറാകുന്നു എം.എൻ. റോയ്. ഒരു കാര്യം പ്രത്യേകം പറയാം, എം.എൻ. റോയിയും ബി.എൻ. റാവുവും മാറിപ്പോകരുത്. എം.എൻ. റോയ് എന്നത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച സോഷ്യൽ റീഫോമർ ആകുന്നു. എന്നാൽ ബി.എൻ. റാവു എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ ആകുന്നു. അതുപോലെ ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ഒഫീഷ്യലി ആവശ്യപ്പെടുന്നത് 1934-ലെ INCയുടെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിലായിരുന്നു. ഈ ബോംബെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്, അതായത് പ്രസൈഡ് ഓവർ ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പിന്നീട് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കണം എന്ന ദൗത്യവുമായി ഇന്ത്യയിലെത്തുന്ന പൊളിറ്റിക്കൽ മിഷന്റെ പേരാകുന്നു ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 24-നായിരുന്നു. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണത്തെ സഹായിക്കുവാനായി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ബ്രിട്ടീഷ് സർക്കാരായിരുന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. അതുപോലെ ആ സമയത്തെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. ഈ ക്യാബിനറ്റ് മിഷൻ എന്നത് 3 പേർ അടങ്ങുന്ന ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റി ആയിരുന്നു. ആ 3 പേരാകുന്നു പെത്തിക് ലോറൻസ്, A.V. അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ഇവരിൽ നിന്നും ഈ ക്യാബിനറ്റ് മിഷന്റെ ഹെഡായി നിയമിച്ചിരുന്നത് പെത്തിക് ലോറൻസിനെ ആയിരുന്നു. പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണ ഘട്ടങ്ങൾ ആരംഭിച്ചു. ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ ആയിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണ ഘട്ടങ്ങൾ നടക്കേണ്ടത് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സമിതിയിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുപ്പിലേക്ക് അലോ ചെയ്ത അംഗങ്ങളുടെ സീറ്റുകളുടെ എണ്ണമായിരുന്നു 389. അതിൽ 296 സീറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും 93 സീറ്റുകൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മെമ്പേഴ്സിനെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ജവഹർലാൽ നെഹ്റു നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും ആ സമയത്തെ ചില പരിമിതികൾ കാരണം അത് നടപ്പിലായില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല തിരഞ്ഞെടുത്തത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ, അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആധിപത്യം, അതായത് സുപ്രീമസി ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു. ദാറ്റ് ഈസ്, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സുപ്രീമസി കൈകാര്യം ചെയ്തിരുന്നത് INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുപ്പിലെ ആകെ സീറ്റുകളുടെ എണ്ണം 389 ആയിരുന്നു. അതിൽ 296 സീറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും 93 സീറ്റുകൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആ സമയത്ത് നടക്കുന്ന കാരണത്താൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ പങ്കെടുത്തത് 211 പേരായിരുന്നു. ഈ 211 പേരടങ്ങുന്ന അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഭാഗങ്ങളും ഓരോ ആർട്ടിക്കിൾസും പട്ടികകളും എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എല്ലാവരും ഒത്തുചേർന്ന കൂടിയാലോചനകളുടെയും ഡിസ്കഷൻസിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായി, അതായത് വലിയൊരു ഡെലിബറേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊണ്ടത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊള്ളുവാനായിട്ട് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. അതായത് 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9-നാകുന്നു. പിന്നീടങ്ങ് വന്ന് 2 വർഷവും 11 മാസവും 18 ദിവസവും നീണ്ട കൂടിയാലോചനകളുടെയും ഡിസ്കഷൻസിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ടാണ് 1949 നവംബർ 26-ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെടുന്നത്. അങ്ങനെ 1949 നവംബർ 26-ന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. നവംബർ 26 നിയമദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാകുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിട്ടൺ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതിന്റെ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ചെയർമാൻ ഉൾപ്പെടെ ടോട്ടൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 29-നാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി ചുമതലയേൽക്കുന്നത്. നമുക്കിനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗങ്ങൾ, പട്ടികകൾ ഇവ എന്താണ് എന്നതിനെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ടെക്സ്റ്റ് ബുക്കായി നമ്മൾ കരുതിയാൽ ആ പുസ്തകത്തിലെ ഓരോ യൂണിറ്റ്സിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിളിക്കുന്നത് ഭാഗങ്ങൾ, അതായത് പാർട്സ് എന്നാകുന്നു. ഇനി ഇതേ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗങ്ങളിൽ അപ്പൻഡിക്സ് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് കൊടുത്തിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പട്ടിക അല്ലെങ്കിൽ സ്കെഡ്യൂൾസ് എന്ന ടേമിൽ വിളിക്കുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ്സിന് തുല്യമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ടേമാകുന്നു ഭാഗങ്ങൾ, അതായത് പാർട്സ്. അതുപോലെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ അപ്പൻഡിക്സ് എന്നുള്ള ഹെഡിങ്ങിന് തുല്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന ടേമാകുന്നു പട്ടികകൾ, അതായത് സ്കെഡ്യൂൾസ് എന്നുള്ളത്.
ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അവസാന ഭാഗങ്ങളിൽ അപ്പൻഡിക്സ് അതായത് അനുബന്ധം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണോ അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പട്ടികകൾ അതായത് സ്കെഡ്യൂൾസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനയിൽ അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ ഇന്ത്യൻ ഭരണഘടനയിൽ 25 ഭാഗങ്ങളും 475 ആർട്ടിക്കിൾസും 12 പട്ടികകളും ഉണ്ട്. ഇതിൽ നമ്മളോട് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതായത് ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളും എത്ര ആർട്ടിക്കിൾസും എത്ര പട്ടികകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ആർട്ടിക്കിൾസ് അതായത് അനുച്ഛേദങ്ങൾ ഓരോ ഭാഗങ്ങൾക്കും ആപ്റ്റായ രീതിയിൽ ഓരോ ഭാഗങ്ങൾക്കും കീഴിലായി കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗീകരിക്കുന്ന വർഷം 1949 നവംബർ 26 ഈ നവംബർ 26 നിയമദിനമായി നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26 ഈ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നത്. ഓക്കെ, The Indian Constitution was adopted by the Constituent Assembly on November 26, 1949. It came into effect officially on January 26, 1950. That is why we celebrate January 26th as Republic Day. നമുക്കിനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഭാഗങ്ങളുടെയും ഓരോ പട്ടികകളുടെയും അതായത് ഓരോ പാർട്സിൻ്റെയും ഓരോ സ്കെഡ്യൂൾസിൻ്റെയും പേരുകൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തെ 20 ഭാഗങ്ങളുടെ പേരും അതുപോലെ ആദ്യത്തെ 12 പട്ടികകളുടെ പേരുമാണ് നമുക്ക് കാണാതെ പഠിക്കേണ്ടത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമിനത് ചോദിക്കാറുണ്ട്. ഇന്ന ഭാഗത്തിൻ്റെ ഇത്രാം നമ്പർ ഭാഗത്തിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഇത്രാമത്തെ നമ്പർ പട്ടികയുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 20 ഭാഗങ്ങളുടെ പേരും അതുപോലെ ആദ്യത്തെ 12 പട്ടികകളുടെ പേരും നമുക്ക് കാണാതെ പഠിക്കാം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ പേരാകുന്നു യൂണിയൻ ആൻഡ് ടെറിട്ടറി, യൂണിയനും ഭൂപ്രദേശവും. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പേരാകുന്നു സിറ്റിസൺഷിപ്പ്, ദാറ്റ് ഈസ് പൗരത്വം. മൂന്നാമത്തെ ഭാഗത്തിൻ്റെ പേരാകുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് മൗലികാവകാശങ്ങൾ. 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. 4 കഴിഞ്ഞാൽ 4A ആകുന്നു. ഭാഗം 4A പേരാകുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ദാറ്റ് ഈസ് മൗലിക കർത്തവ്യങ്ങൾ. 5 യൂണിയൻ, 6 സ്റ്റേറ്റ്സ്. 6 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 8ാമത്തേതാണ്. ഭാഗം 8ൻ്റെ പേരാകുന്നു യൂണിയൻ ടെറിട്ടറീസ്. ഭാഗം 9 പഞ്ചായത്ത്. ഭാഗം 9 കഴിഞ്ഞാൽ ഭാഗം 9A ആണ്. 9A പേരാകുന്നു മുനിസിപ്പാലിറ്റീസ്. 9A കഴിഞ്ഞാൽ 9B ആണ്, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 9B കഴിഞ്ഞാൽ 10 ഭാഗം 10ൻ്റെ പേരാകുന്നു സ്കെഡ്യൂൾഡ് ട്രൈബ് ഏരിയാസ്. ദെൻ 11 റിലേഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. 11 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 14 ഭാഗം 14ൻ്റെ പേരാകുന്നു സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. 14 കഴിഞ്ഞാൽ 14A ആണ്, ദാറ്റ് ഈസ് ട്രിബ്യൂണൽസ്. അതിനുശേഷം 15 ഇലക്ഷൻ, 16 ഒഫീഷ്യൽ ലാംഗ്വേജ്, 18 എമർജൻസി പ്രൊവിഷൻ. അതിനുശേഷം പഠിക്കാനുള്ളത് 20 ദാറ്റ് ഈസ് അമെൻമെൻറ്റ്. ഇങ്ങനെ ഈ ഒരു 20 ഭാഗങ്ങളുടെ പേര് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണം. അത് എക്സാമിന് ചോദിക്കുന്നതാണ്. 20 ഭാഗങ്ങളുടെ പേര് കൃത്യമായി ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് 12 സ്കെഡ്യൂൾസിൻ്റെ അതായത് 12 പട്ടികകളുടെ പേര് പഠിക്കാം. അതിൽ ഒന്നാമത്തേതാകുന്നു ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ്. 2 എമോളുമെൻറ്റ്സ്. 3 അഫർമേഷൻ ആൻഡ് ഓത്ത്. 4 രാജ്യസഭാ സീറ്റ് അലോക്കേഷൻ. 5 സ്കെഡ്യൂൾഡ് ഏരിയാസ്. 6 അതർ ട്രൈബൽ ഏരിയ. 7 ഫെഡറൽ ലിസ്റ്റ്. 8 ഒഫീഷ്യൽ ലാംഗ്വേജസ്. 9 ലാൻഡ് റീഫോംസ്. 10 ഡിഫക്ഷൻ. 11 പഞ്ചായത്ത്. 12 മുനിസിപ്പാലിറ്റി. ഈ സ്കെഡ്യൂൾസ് അതായത് ഈ പട്ടികകൾ ഓർത്തു വയ്ക്കാനായിട്ടൊരു കോഡുണ്ട്. ദാറ്റ് ഈസ് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അങ്ങനെ ഓർത്താൽ മതി. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. T ടെറിട്ടറീസ് ആൻഡ് സ്റ്റേറ്റ്സ്. E എമോളുമെൻറ്റ്സ്. A affirmation and oath. R Rajya seat allocation. S scheduled areas. O other tribal area. F federal list. O official languages. L land reforms. D defection. P panchayat. M municipality.